ഞാൻ സർജറി ചെയ്ത് വീട്ടിലേക്ക് വന്ന സമയത്തൊന്നും എനിക്കങ്ങനെ വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആയി തുടങ്ങി. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഒരു കുട്ടി എന്നെ കാണാൻ വന്നു. അവനിപ്പോൾ 10th പഠിക്കുന്നത്. അപ്പോൾ കാണാൻ വരുന്ന ആളുകളൊക്കെ സാധാരണ പറയുന്നത്, സാറില്ല മോളെ പോട്ടെ, ഇപ്പോൾ സമയം ശരിയല്ല, അതാണ് മറ്റതാണ് മറിച്ചതാണ്, പ്രാർത്ഥിക്കുക, അത് ചെയ്യ് ഇത് ചെയ്യ്, സ്ഥിരം ഒരേ പല്ലവിയാണ് എല്ലാവരും പാടാറ്. പക്ഷെ ഇവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, അവൻ്റെ ആ ഒരു ഓറ ഭയങ്കര ഹൈ ആയിരുന്നു. അവൻ പോയ ശേഷം എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടോ. ഇവൻ എൻ്റെ അടുത്ത് കയറി വന്നപ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കിടത്തുന്ന ടൈപ്പ് കട്ടിലയിലാണ് കിടക്കുന്നത്, നമ്മൾ റെൻറ്റിനെടുത്തത്. നമുക്ക് വന്ന പാടെ ചേച്ചി ഇത് കൊള്ളാലോ, സാധനം അടിപൊളിയാണല്ലോ. ഞാൻ പറഞ്ഞത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. അപ്പോഴാണ് പിന്നെ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെ കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു ആൻറ്റി വരുത്തരും. ആണോ? അപ്പോൾ ഓരോ കാര്യവും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അടിപൊളി പിന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. അപ്പം ശരിക്കും അടിപൊളിയാണ്. ലാസ്റ്റ് എൻ്റെ ചേട്ടൻ പറഞ്ഞു, നീ അധികം അടിപൊളിയാണെന്ന് പറയണ്ട, നീ ഇതുപോലെ കിടക്കേണ്ടി വരും, നിർത്തിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും പിന്നെയും പുള്ളിക്കാരൻ അങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുക. അതാണ് ഓരോ മനുഷ്യരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അവൻ എന്തറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവനെ നോക്കുമ്പോൾ അത് കൊള്ളാമല്ലോ, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, ആ ചേച്ചി ഫുൾ ടൈം എ സിയിൽ ഇങ്ങനെ അനക്കാൻ പറ്റുന്ന കട്ടിലയിലിരിക്കുന്നു, ഫുഡൊക്കെ വരുന്നു, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വരുന്നു, വാരിത്തരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് അവനതെല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല പോസിറ്റീവായിട്ട് തോന്നി. ഞാനും ഹസ്ബൻഡും ഉണ്ട്, എൻ്റെ ബ്രദറുണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇത്രയും പേര് വന്നിട്ട് ഒരാൾ ആണ് ഇത്രയും നന്നായിട്ട് സംസാരിച്ചേക്കുന്നത്, ഇത്രയും പോസിറ്റിവിറ്റി എനിക്ക് തന്നേക്കുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു. അങ്ങനെയാണ് നല്ല മനുഷ്യരുടെ ഒരു സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാവും.